ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പ് തയ്യാറാക്കിയാലോ? വളരെ കുറച്ച് ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ സൂപ്പാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 6 ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ചിക്കനൊക്കെ ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ എല്ല് മാറ്റിയ ശേഷം ഈ ചിക്കൻ കൈകൊണ്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അരിച്ചെടുത്ത ചിക്കൻ സ്റ്റോക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് 1/4 കപ്പ് നിറയെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ടാണ് ക്യാരറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബീൻസും കൂടി ചേർക്കുന്നുണ്ട്. 4 ഫ്രഞ്ച് ബീൻസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബീൻസ് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 എണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. വെജിറ്റബിളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഞാനിപ്പോൾ ചേർത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ സോയാ സോസ് ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് കോൺഫ്ലവർ മിക്സാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതാണ് ചേർത്തത്. ഈ കോൺഫ്ലവർ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം 2 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മുടെ സൂപ്പ് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഇനി ഇതിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. ഇവിടെ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ പാകത്തിനുണ്ട്. ഞാനിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയുടെ വെള്ളയാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത്. ഇത് വളരെ കുറച്ച് വീതം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മുട്ടയുടെ വെള്ള അല്പം ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറേശ്ശെയായിട്ട് ഈ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ട ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അവസാനമായിട്ട് കുറച്ച്
സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനാണ് ഞാനിപ്പോൾ ചേർത്തത്. അതുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ചിക്കൻ സൂപ്പ് സെർവ് ചെയ്യാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.